ശ്രീ ജിൻഡോ ജോണിനെ കുറിച്ച് 2 വർഷം മുമ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നൊരു ചിത്രം, ഒരു തട്ടുകടയിൽ ദോശ ചുടുന്നൊരു ചിത്രം. ഇന്നത്തെ കാലത്ത് പൊതുപ്രവർത്തനം വലിയ ചിലവുള്ള കാര്യമാണ്. കാരണം കതർ ഷർട്ട് അലക്കി തേക്കണമെങ്കിൽ നല്ലൊരു പണം തരും, വീട് നോക്കണം, വണ്ടിയിൽ ഇന്ധനം നിറയ്ക്കണം, അങ്ങനെ വലിയ ചിലവുള്ള ആ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും പല പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചു പോയ ആളുകളെ വ്യക്തിവരെ എനിക്കറിയാം. ആ ഒരു ഘട്ടത്തിലാണ് ജിൻഡോ ജോൺ PhD ചെയ്യുന്നു. അതിനൊപ്പം KSU പ്രവർത്തകനായി യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹി എല്ലാം കടന്നു വരുന്നു. ഈ തട്ടുകടയിലെ ജോലി, ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന തട്ടുകടയിലെ ജോലി അവസാനിപ്പിച്ച് മറ്റൊരു രംഗത്താണുള്ളത്. എന്താണ് ഈ ജോലിയോടൊപ്പം തന്നെ, ഇപ്പം ഈ പഠനത്തോടൊപ്പം തന്നെ ജോലി ചെയ്യാനും ഇത്തരത്തിൽ ഒരു തട്ടുകട ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് കടക്കാനും ഉണ്ടായ ഒരു പ്രചോദനം? അല്ല, ഈ പൊതുപ്രവർത്തകർക്ക് നിർബന്ധമായിട്ടൊരു വരുമാന മാർഗം ഉണ്ടാവണം. ഞാൻ വിചാരിക്കുന്ന മുഴുവൻ സമയ പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞത് ഒരു യാഥാർത്ഥ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മുഴുവൻ സമയം പൊതുപ്രവർത്തനമാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് വ്യക്തി ജീവിതത്തിന് സമയം കണ്ടെത്താൻ പറ്റുക? കുടുംബവും നമ്മുടെ ജോലിയും നമ്മുടെ വരുമാന മാർഗവും ഇതെല്ലാം വേണം. അതിനോടൊപ്പം രാഷ്ട്രീയം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ എന്നെപ്പോലെ ഇപ്പോൾ കേരളത്തിലൊരു വലിയ ഭൂരിപക്ഷം, വലിയ വിഭാഗം മനുഷ്യർക്കും വലിയ സാമ്പത്തിക ഭദ്രതയൊന്നുമില്ല. അപ്പോൾ അവരെല്ലാവരും രാഷ്ട്രീയ രംഗത്ത് പൊതുരംഗത്ത് മാറി നിൽക്കാൻ പാടില്ല. കാരണം അങ്ങനെ മാറി നിൽക്കുമ്പോൾ സമ്പന്നരുടെ മാത്രം ഇടമായിട്ട് രാഷ്ട്രീയം മാറും. അത് പാടില്ലേ? നമ്മൾക്കും കൂടി ഒരു സ്പേസ് ഉണ്ടാവണം, നമ്മുടെയും കൂടി വോയിസ് റേസ് ചെയ്യപ്പെടണം. ഞാൻ പണ്ട് തൊട്ട് ഞാൻ KSUവിനെ കുറിച്ച് കേൾക്കുന്നത് തന്നെ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുമ്പോഴാണ്. പക്ഷെ കോൺഗ്രസ് ആയിരുന്നു അതിനു മുമ്പ്. കോൺഗ്രസ് വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു ഇതൊക്കെയാണ്. അപ്പോൾ പ്രാദേശികമായിട്ടൊക്കെ ഒത്തിരി പ്രയാസങ്ങൾ അതിജീവിച്ചാണ് എൻ്റെ അപ്പനൊക്കെ പാർട്ടിക്കാരനായിരുന്നത്, രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. ഞാനും കുറേ ജോലികൾ ചെയ്തിട്ടുണ്ട്. ജോലി ചെയ്ത് പൈസ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. അതിപ്പോൾ ആളുകൾക്ക് പല രീതിയിലാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എൻ്റെ അപ്പൻ മുഖ്യമന്ത്രി അല്ലാത്തതുകൊണ്ട് എനിക്ക് മാസപ്പടി കിട്ടൂല. അതുകൊണ്ട് തന്നെ നമ്മളുടെ യാത്രകൾക്ക്, നമ്മുടെ ഭക്ഷണ ചെലവിന്, നമ്മുടെ സ്വകാര്യമായിട്ടുള്ള ചെലവുകൾക്ക് ഒക്കെ നമ്മൾ പണം കണ്ടെത്തണം. എല്ലാത്തിനും നമ്മൾ വീട്ടിനെ ആശ്രയിക്കുന്നത് ശരിയാണോ എന്ന് അറിയില്ല. പിന്നെ പണ്ട് തൊട്ടേ പുസ്തകം വായിക്കും. ഈ വായിക്കുന്നത് കിട്ടിയതാണ്. ഈ സ്വന്തമായിട്ട് വരുമാനം ഏൺ ചെയ്യുന്നതാണ് മറ്റു പല രാജ്യങ്ങളിലെയും ചെറുപ്പക്കാർ. അവരങ്ങനെയാണ് ഒരു പ്രായം കഴിഞ്ഞാൽ അങ്ങനെയാണ് ഏൺ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. കുറേ ജോലി ചെയ്തിട്ടുണ്ട്. എനിക്കതിൻ്റെ പേരിൽ അഭിമാനമാണ്. ഇപ്പോൾ ഈ റൂമിനകത്ത് ഒരു പെയിൻറ്റ് പണിക്ക് ഒരാൾ വന്നാൽ ഞാൻ ആ കൂട്ടത്തിൽ പെയിൻറ്റ് ചെയ്യും. കാരണം ഞാനിത് 8-9 വർഷം ചെയ്തിട്ടുള്ള പണിയാണ്. എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം. ഞാൻ ഇതിൻ്റെ വയറിങ്ങിൻ്റെ ഈ സ്വിച്ച് ബോർഡിലേക്ക് പൈപ്പ് വലിക്കാൻ വേണ്ടി ഇതൊക്കെ ഞാൻ ഈ പണിക്ക് പോയിട്ടുണ്ട്. AC മെക്കാനിക്കിൻ്റെ കൂടെ സഹായത്തിന് പോയിട്ടുണ്ട്. ഞാൻ തേങ്ങ ഒതുക്കാൻ പോയിട്ടുണ്ട്. കുറച്ചു കാലമൊന്നുമല്ല, 2-3 വർഷക്കാലം. ഇതൊക്കെ എൻ്റെ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ അറിയാം. ഞാൻ അങ്ങനെ ജോലി ചെയ്താൽ വന്നിരുന്നത്. ഞാൻ കുറേ ജോലികൾ, ക്രഷറിൽ മണൽ നിറയ്ക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഇത് വണ്ടി ഓടിക്കാൻ പോയിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യും. അപ്പം എനിക്ക് ഇതുകൊണ്ട് തന്നെ നാളെ ഇപ്പം നമ്മളെല്ലാവരും പഠിക്കുന്നത് ജോലി കിട്ടാനാണ്. ഞാൻ പഠിച്ചത് ജോലി കിട്ടാനല്ല. എൻ്റെ കുടുംബക്കാരിൽ ഏറ്റവും വിദ്യാഭ്യാസം സർട്ടിഫിക്കറ്റിൻ്റെ ബലത്തിൽ എനിക്കാണ്. എന്നെക്കാളും അറിവും വിദ്യാഭ്യാസമുള്ള ഒത്തിരി മനുഷ്യരുണ്ട്. സർട്ടിഫിക്കറ്റ് അല്ല നമ്മുടെ വിദ്യാഭ്യാസത്തെ നിശ്ചയിക്കുന്നതെന്ന് എൻ്റെ ഒരു ബോധ്യം. എപ്പോൾ പോലും ഞാനൊരു ഡോക്ടറേറ്റ് കിട്ടിയപ്പോൾ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. അതെൻ്റെ ഒരു വാശിയാണ്. PhD വരെ എത്താൻ പറ്റുക എന്ന് പറഞ്ഞു. അത് ഞാൻ മറ്റാർക്കും കൊടുക്കുന്നത് ഇതൊരു മാതൃകയാണെന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ മാതൃകാപരമായി ഒത്തിരി ആളുകൾ. ഇതൊരു റെയറാണ്. എൻ്റെ മക്കൾക്ക് എൻ്റെ പേരിൽ അഭിമാനിക്കണം. എൻ്റെ നാട്ടുകാർ എൻ്റെ പേരിൽ ഇത് ഇയാളുടെ നാടാണെന്ന് പറയുമ്പോൾ ഒരു സന്തോഷം. അങ്ങനെയൊക്കെയാണ് ഞാൻ ഇതിനെ കണ്ടു. പക്ഷേ ഇതിന് ഇങ്ങനെ ഒരു റീച്ചൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കോവിഡിൻ്റെ സമയത്ത് ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും കൂടിയാണ് തട്ടുകട തുടങ്ങിയത്, അങ്കമാലി നായത്തോട്. അത് പിന്നെ നിർത്തി. ഇപ്പോൾ ഞാൻ IELTS ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. കുറച്ചുകൂടി നമുക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാനൊക്കെ സമയം കിട്ടും. അപ്പം അങ്ങനെ അതിനു മുമ്പ് കുറേ മൊബൈൽ ഷോപ്പ് നടത്തിയിട്ടുണ്ട്. കുറേ നാൾ വണ്ടിയുടെ പരിപാടി ഉണ്ടായിരുന്നു. കുറേ പരിപാടികൾ, എന്നും എന്തെങ്കിലും ജോലികളുണ്ടായിരുന്നു. ഞാൻ ആളുകൾക്ക് ആർട്ടിക്കിൾ എഴുതി കൊടുക്കുമായിരുന്നു, ലേഖനങ്ങൾ എഴുതി കൊടുക്കുമായിരുന്നു. പലർക്കും പുസ്തകങ്ങളുടെ ഇത് എഴുതി കൊടുക്കും, നമ്മൾ അവലോകനം എഴുതി കൊടുക്കും. അപ്പോൾ എല്ലാം എൻ്റെ ജോലിയാണ്, എല്ലാം എനിക്ക് പറ്റും. അപ്പോൾ എന്ത് ചെയ്താലും നാളെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നുള്ളൊരു ആത്മവിശ്വാസമാണ്. ഞാൻ പാചകം ചെയ്തിട്ടുണ്ട്. പാചക തൊഴിലാളിയായിട്ട് കുറച്ച് കാലം ജോലി ചെയ്ത് മേശ തുടച്ചിട്ടുണ്ട്. ഞാനൊരു ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഞാൻ ഒരിക്കലും ഹോട്ടലിലെ സപ്ലയേഴ്സിനെയോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്ന ആളുകളെ ചീത്ത പറയില്ല. ആ ജോലി ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം അവർ ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട്. ഏറ്റുമാനൂർ ഞാൻ അതിനുശേഷം UC കോളേജിൽ ഡിഗ്രിക്ക് ചേരുന്നത്. UC കോളേജിൽ ഡിഗ്രിക്ക് ചേരുമ്പോഴാണ് MG യൂണിവേഴ്സിറ്റിയായിട്ട് അഫിലിയേറ്റ് ചെയ്ത യൂണിവേഴ്സിറ്റിയാണ് ഇതെന്ന് അറിയുന്നത്. യൂണിവേഴ്സിറ്റി പോകുന്ന വഴിക്ക് ഞാൻ ഞാൻ ആ പണ്ട് ജോലി ചെയ്ത കട നോക്കി. ഇപ്പം ആ കട ഇല്ല അവിടെ. സംസം എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്.
അതിരമ്പുഴയ്ക്ക് പോകുന്ന വഴിക്ക് ഏറ്റുമാനൂർ ജംഗ്ഷനിൽ തിരിയുമ്പോൾ ആ ഹോട്ടലിൽ ഞാൻ ഒരു 1-2 മാസം ഉണ്ടായിരുന്നു, മേശ തുടയ്ക്കാനും പാത്രം കഴുകാനൊക്കെ. ഇതൊക്കെ എനിക്ക് തരുന്ന ഓർമ്മകൾ, ഞാൻ കടന്നു വന്ന വഴികൾ, ഞാൻ ഇനി പോകാൻ പോകുന്ന വഴിയിൽ കാണുന്ന മനുഷ്യരെ എനിക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ള ബലം നൽകും. രാഷ്ട്രീയ രംഗത്തുള്ള എല്ലാ നേതാക്കന്മാരും മനുഷ്യരെ കണ്ണിൽ നിന്ന് വായിച്ചെടുക്കാനും മനുഷ്യരെ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് പഠിക്കാനും പറ്റിയ നമ്മുടെ പൊളിറ്റിക്സ് കുറേ കൂടി മെച്ചപ്പെടും. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, അതിൽ ഞാൻ അഭിമാനിക്കുന്നു, ഞാനൊരു ദൈവവിശ്വാസിയാണ്. പലരും എന്നോട് ഇങ്ങനെ ചോദിക്കും ദൈവവിശ്വാസത്തെക്കുറിച്ചിട്ട് കൺഫ്രണ്ട് ചെയ്യും. അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം നമ്മളോട് സംസാരിക്കുന്ന മനുഷ്യൻ്റെ മനസ്സിൽ ഒരു മാറ്റം ഉണ്ടാകുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം ഞാൻ വിചാരിക്കുന്നു. എനിക്കിപ്പോൾ ലോട്ടറി അടിക്കുന്നല്ല അത്ഭുതം, എൻ്റെ കടബാധ്യത തീരുന്നല്ല അത്ഭുതം. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ വാക്കുകൾ കൊണ്ട് നിങ്ങളുടെ മനസ്സിലൊരു മാറ്റം ഉണ്ടാകുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റമായാൽ അതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് ഞാൻ വിചാരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയെ ഞാൻ കാണുന്നത്, പ്രത്യേകിച്ച് ഞാനൊരു ക്രൈസ്തവ വിശ്വാസി കൂടിയായതുകൊണ്ട്, പണ്ട് ഈ ചുങ്കക്കാരെയും തെരുവിൽ അലയുന്ന വേശികളെയും മുക്കവന്മാരെയും അല്ലെങ്കിൽ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, അങ്ങനെ രോഗികൾ, കുഷ്ഠരോഗികൾ, അതായത് സമൂഹത്തിൽ തള്ളപ്പെട്ട മനുഷ്യർ, വിജാതീയർ, അവരെയൊക്കെ ചേർത്ത് പിടിച്ച ഒരു ക്രിസ്തുവിനെ നമ്മൾ ആഘോഷിച്ചിട്ടുണ്ട്. അങ്ങനെയാ ക്രിസ്തു മതം ഉണ്ടാകുന്നത് തന്നെ. രാഹുൽ ഗാന്ധി പാർട്ടിയുടെ ഓഫീസിൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങി തെരുവിലേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ ക്രിസ്തുവിനെ കണ്ട പോലെ എനിക്ക് തോന്നി. എങ്ങനെ ഒരു മനുഷ്യന് വിണ്ട് കയറിയ പാദങ്ങളുമായിട്ട് ചെറിയെന്ന് കയറിയ മനുഷ്യരെ കെട്ടിപ്പിടിക്കാൻ പറ്റുക? അയാളൊരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് ഒരു സാമൂഹ്യ പ്രവർത്തകനായി മാറുമേ അത് പറ്റുള്ളൂ. എങ്ങനെയാ ഈ അഴുക്ക് പുരണ്ട വർക്ക്ഷോപ്പിൽ നിന്ന് വരുന്ന അഴുക്ക് പുരണ്ട തുണിയുള്ള മനുഷ്യരെ കെട്ടിപ്പിടിക്കാൻ പറ്റുക? ഈ സാധാരണ മനുഷ്യരിലേക്ക് നേതാക്കന്മാർക്ക് ഇറങ്ങിപ്പോകാൻ പറ്റുമ്പോൾ പൊളിറ്റിക്സിന് കുറെ കൂടി ക്ലാരിറ്റി വരും. നമ്മൾ വലിയ ഇംഗ്ലീഷ് വാക്കുകൾ പറയുമോ വലിയ അറിവുകൾ പങ്കുവെക്കുന്നതിലല്ല, നമുക്ക് കിട്ടുന്ന അറിവുകളിലൂടെ എങ്ങനെയാണ് മനുഷ്യരെ നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പം ഞാൻ വിചാരിക്കുന്നത് എൻ്റെ പൊളിറ്റിക്സിന് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബലം, ഇപ്പം നേരത്തെ നിങ്ങൾ എന്നോട് ചോദിച്ച പോലെ സൈബർ അറ്റാക്ക് വരുമ്പോൾ എങ്ങനെ നേരിട്ടു എന്ന് ചോദിച്ചാൽ, ഞാൻ കടന്നു വന്ന വഴിയൊന്നും അത്ര എളുപ്പമായിരുന്നില്ല. നാളെ വന്ന വഴിയിലൂടെ ഒന്നുകൂടി നടക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തന്നെ പേടിയുണ്ടാവും. അത്രയും ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ പോലും ധൈര്യം ഭയങ്കര. ഇവരെങ്ങനെ അറ്റാക്ക് ചെയ്യും നമ്മളെ? ഒരാളുടെ ഏറ്റവും വലിയ ഒരു നാണം എന്ന് പറഞ്ഞാൽ നമ്മൾ വിവസ്ത്രമായിട്ട് നിൽക്കുന്നു. എന്നെ തെരുവിൽ വിവസ്ത്രമാക്കി നിർത്തി ആക്ഷേപിച്ചാൽ പോലും എനിക്ക് നാണം ഉണ്ടാകില്ല, അതെന്നെ തൊടുന്നില്ല. കാരണം എൻ്റെ ബോധ്യം എൻ്റെ ശരീരമല്ല, എൻ്റെ മനസ്സാണ്. അപ്പോൾ അങ്ങനെ എന്നെ ഇവർക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ ഇവരെ കാണിച്ചു കൊടുക്കുക ചെയ്ത്. സ്വന്തം ഭാര്യയ്ക്കെതിരെ ഒരു ആക്ഷേപം വന്നപ്പോൾ എ റഹീമിന് പരാതി കൊടുക്കുന്നു, ഭാര്യയുടെ പരാതി വരുന്നു അല്ലേ? എ റഹീമിൻ്റെ പാർട്ടിയുടെ നേതാവാണ് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി. അവർ കഴിഞ്ഞ 9 കൊല്ലമായിട്ട് ഇതിൽ എപ്പോഴെങ്കിലും ഒരു നടപടി ശക്തമായിട്ട് സ്വീകരിച്ചിരുന്നെങ്കിൽ അയാളുടെ ഭാര്യയ്ക്കടക്കം കേരളത്തിൽ ഒരു സ്ത്രീക്കും ഇത്ര ആക്ഷേപം ഉണ്ടാവില്ല, ഒരു പുരുഷനെതിരെ ആക്ഷേപം ഉണ്ടാവില്ല. ഞാൻ അത്തരം വിഷയങ്ങളെ പേഴ്സണലായിട്ട് കാണുന്നത്. പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ എത്ര വൈകാരികമായാണ് പൊളിറ്റിക്സിനെ കാണുന്നത്, അത് അനുഭവങ്ങളുടെ ബലത്തിലാണ്. ഇപ്പോൾ നമ്മൾ കാറിന് യാത്ര ചെയ്യുമ്പോൾ റേഷൻ കടയുടെ മുമ്പിൽ കൂടെ വരുമ്പോൾ അവിടെ നിൽക്കുന്ന മനുഷ്യരെ നോക്കും, ആശുപത്രിയിൽ നോക്കും. നമ്മുടെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ, അതിസമ്പന്നന്മാർ ക്യൂ നിൽക്കുന്ന ആശുപത്രിയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ ഒഴിച്ച് ബാക്കി മുഴുവൻ സമയം സർക്കാർ ആശുപത്രിയിൽ മരുന്ന് പഠിക്കുന്നത്, നിർബന്ധമായിട്ട് അത് ചെയ്യുന്ന. എൻ്റെ മക്കളെ സർക്കാർ സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്, അതെൻ്റെ തീരുമാനമാണ്. നമ്മൾ നികുതി കൊടുക്കുന്ന പണം കൊണ്ട് സർക്കാർ ഇത്ര ആയിരക്കണക്കിന് സ്കൂളുകൾ നടത്തുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ളതാണെന്ന് എൻ്റെ ബോധ്യം. പൈസ ഉള്ളവർ മറ്റ് സൗകര്യങ്ങളോട് കൊടുത്ത് പഠിപ്പിച്ചിട്ട്, പക്ഷേ പൈസ ഇല്ലാത്തവർക്കും വേണമല്ലോ തുല്യ നീതി, തുല്യ അവകാശം. അപ്പോൾ മന്ത്രിമാർ പറയുന്നത് കള്ളമാണെന്ന് ബോധ്യപ്പെടണമെങ്കിൽ നമ്മൾ ആ ഇടങ്ങളിലേക്ക് ചെല്ലണം. കസന്ത സാക്കിസിന്റെ ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ജയിച്ചിടം വിട്ടിട്ട് പോകണം, തോറ്റിടത്തേക്ക് തിരികെ ചെല്ലണം. തോറ്റ മനുഷ്യരെ തേടി പോകാനാണ് രാഷ്ട്രീയം വേണ്ടത്. ജയിച്ചവർക്ക് എന്തിനാ നമ്മുടെ രാഷ്ട്രീയക്കാരുടെ ആവശ്യം? അതിസമ്പന്നന്മാർക്ക് അംബാനിക്കും അദാനിക്കും എന്തിനാ നമ്മുടെ ആവശ്യം? നമ്മുടെ ആവശ്യമില്ല. നമ്മളെപ്പോലുള്ള സാധാരണ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ആവശ്യം ഈ നാട്ടിലെ ഏറ്റവും സാധാരണപ്പെട്ട മനുഷ്യരെ, അവരെ തേടി ചെല്ലുക എന്നുള്ളത്. തോറ്റവരെ തേടി ചെല്ലുന്നവരാണ് ഭാവിയുടെ നേതാക്കന്മാരാകുക. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി എങ്ങനെയാണ് ഈ രാജ്യത്തിലെ ഏറ്റവും വിശ്വസ്തയുള്ള നേതാവായി എന്ന് ചോദിച്ചാൽ, ഈ രാജ്യത്തെ തോറ്റ മനുഷ്യരെ തേടിപ്പോയതുകൊണ്ട്. തോറ്റ മനുഷ്യരെ തേടി പോകുന്ന നേതാവാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവരെത്ര അറ്റാക്ക് ചെയ്താലും അധികാരമില്ലാതെ, യാതൊരു പ്രിവിലേജും ഇല്ലാതെ, പരിലാളങ്ങളില്ലാതെ കേരളത്തിൽ ചെറുപ്പക്കാർക്ക് രാഷ്ട്രീയ രംഗത്ത് വരാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം മാത്രം ഞാൻ. എന്നെപ്പോലെ 10,000 കണക്കിന് മനുഷ്യരുണ്ട്.
എനിക്ക് നിങ്ങൾ എന്നെ വിളിക്കുന്നത് എൻ്റെ ഈ വിസിബിലിറ്റി കൊണ്ടാണ്. ഞാൻ 22 വർഷമായി KSU യൂത്ത് കോൺഗ്രസ് പാർട്ടി എന്നും പറഞ്ഞ് പരമാവധി സമയം പാർട്ടിയിൽ ജയിലിൽ പോയിട്ടുണ്ട്, പരിക്ക് പറ്റിയിട്ടുണ്ട്, കാലൊടിഞ്ഞിട്ടുണ്ട്, കുറേ നൂറുകണക്കിന് കേസിൽ പ്രതിയായിട്ടുണ്ട്, പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ എന്നെ അറിയാൻ തുടങ്ങിയത് ഞാൻ ചാനൽ ചർച്ചയ്ക്ക് വരുമ്പോഴുള്ള വിസിബിലിറ്റിയാണ്. എൻ്റെ വിസിബിലിറ്റി കിട്ടാത്ത ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. നമ്മുടെ കവലകളിൽ നമ്മുടെ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും അധികാരമില്ലാതിരുന്നിട്ട്, ഒരു പതിറ്റാണ്ടോളമായി അധികാരമില്ലാതെ തോറ്റു തൊപ്പിയിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയ്ക്ക് വേണ്ടി വാദിക്കുന്ന മനുഷ്യരാണ്. അവരിൽ ഒരാൾ മാത്രമാണ് ഞാൻ. എൻ്റെ വിസിബിലിറ്റി മാത്രമാണ് ഇപ്പോൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. നാളെ എനിക്ക് പകരം എന്നെ പോലെ മറ്റൊരാൾ വന്നാൽ അയാളും സെലിബ്രേറ്റ് ചെയ്യപ്പെടണം. നമ്മൾ പറയുന്ന പൊളിറ്റിക്സ് ആണ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്, വ്യക്തികളല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ വ്യക്തി ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം കോൺഗ്രസ്സിൽ എനിക്ക് സ്പേസ് ഉണ്ടെന്നുള്ളതാണ്. മറ്റൊരു പാർട്ടിയിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത്രയും സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാൻ പറ്റുന്നു. എന്നെ പോലുള്ള ഒരാൾക്ക് ഇവിടെ ഒരു സ്പേസ് ഉണ്ട് എന്ന് വിചാരിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ അഭിമാനം. നമുക്ക് നമ്മളെ വിമർശിക്കാനും പുറത്തുള്ളവരെ വിമർശിക്കാനും ഒരേപോലെ അവസരം കിട്ടുന്നത് വേറൊരു